സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഹലോ എവ്രി വൺ. ഞങ്ങൾക്ക് സുഖം സുഖം ഞാൻ സുഖല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. എനിക്കിത് വളരെ സ്പെഷ്യലായ സിനിമയാണ്. കാരണം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട പോലെ തന്നെ, ഈ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതേ ഒരു വൈബോടുകൂടി ഞാൻ ചെയ്ത സിനിമയാണ്. ADJ ഇതിൻ്റെ സബ്ജക്റ്റ് ആദ്യം പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഇത് ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന ADJക്കും ആഷിഖ് ഉസ്മാൻ സാറിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ആൻഡ് ഞങ്ങളുടെ ടീം അടിപൊളി ടീം. ആദ്യം എനിക്ക് എന്താ പറയുക, ഇവരൊക്കെ ഒരുപാട് ഓൾറെഡി മുന്നേ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനിതിൽ ആരുടെ കൂടെ ഒരു മുന്നേ വർക്ക് ചെയ്തിട്ടില്ല, സംഘുവിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ ഇവരുമായിട്ട് സിങ്ക് ആവും എന്നുള്ളത്. ആദ്യത്തെ ഒരു 4 ദിവസം ഞാൻ കുറച്ചിങ്ങനെ സൈഡ് മാറിയൊക്കെ നിന്ന്, പക്ഷെ അതിനുശേഷം ഭയങ്കര കൂട്ടായി. പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളല്ല. ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ അടിപൊളി ചങ്സായി. ഞാൻ ഒരുപാട് എന്താ പറയുക, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദി റിലീസ്. സിനിമ ഞങ്ങൾ ഹോൾ ഹാർട്ട് കൊടുത്ത് ചെയ്ത സിനിമയാണ്. നിങ്ങളുടെ ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മഹിമ. ഫാൻസ് ഒക്കെ ഹാപ്പി അല്ലേ? എന്തോ ചോദിച്ചു എൻ്റെ അടുത്ത്, ചോദിച്ചു എന്തെങ്കിലും കാസർഗോഡ് ഭാഷയില എന്താ പറയണ്ടേ? ഞാൻ ഈ ട്രെയിലറിൽ കാസർഗോഡ് ഭാഷയിലാണല്ലോ സംസാരിച്ചിരിക്കുന്നത്. എന്ത് പറഞ്ഞ കേട്ടിട്ടേ? എന്ത് മിൻസമൻ ചെല്ലിട്ട് ഞാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് മഹിമ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നതിന്. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണിത്, ബ്രൊമാൻസ്. കാരണം കുറേ നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ കോമഡി സിനിമയിൽ ഇനി എപ്പോഴാണ് ചേട്ടാ കാണാൻ പറ്റുക എന്നുള്ളത്. ഞാനും പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇതിൽ എൻ്റെ കഥാപാത്രം നിങ്ങൾ എത്രത്തോളം ചിരിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെ നന്നായി എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് നല്ല പൊട്ടിച്ചിരികളുണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരിക്കും. എല്ലാം ഉണ്ടാവുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും റൊമാൻസ് എന്ന കാര്യത്തിൽ. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ADJയുടെ 2ാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച ജോ ആൻഡ് ജോ എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരൊറ്റ സീനിലാണ്. ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം, ചിലപ്പോൾ നന്നായേക്കാം. എനിക്ക് പേഴ്സണലി ഞാൻ അന്നെടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം ADJയുടെ ഒരു ഫിലിം മേക്കിംഗ് തന്നെയാണ്. ADJ ഒരു സിനിമ ചെയ്യുന്നത് അതൊരു ഷൂട്ടിംഗ് പ്രോസസ്സാണെന്ന് പോലും നമുക്ക് ഒരുപക്ഷെ നമുക്ക് തോന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആർട്ടിസ്റ്റിന് ഒരു ടെൻഷൻ തരാതെ നമ്മൾ അങ്ങേയറ്റം കംഫർട്ടാക്കി, അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇത് ഇവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴും നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ടെൻഷനോ ഒന്നും നമുക്ക് തോന്നില്ല. അപ്പം അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ കുറച്ചുകൂടെ നല്ലൊരു വേഷം ചെയ്യണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നതും. ഞാൻ ഒരുപാട് സന്തോഷിച്ച കുറേ ദിവസങ്ങളായിരുന്നു. എന്തായാലും ഇതൊരു കിടിലം പരിപാടിയായിരിക്കും കേട്ടോ, അത് യാതൊരു സംശയമില്ല. 14-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. പിന്നെ ഈ നിൽക്കുന്ന എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ പുലികളാണ്. എനിക്ക് ഈ പറയുന്നത് പോലെ എനിക്കൊരു ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവർ എന്നെ എങ്ങനെയാണ് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇവരോട് ബിഹേവ് ചെയ്യേണ്ടതല്ല, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറിയിട്ട് വൻ പൊളിയായിരുന്നു. ലൊക്കേഷനിൽ അതിൻ്റെ ഒരു വൈബ് ഈ ട്രെയിലറിലുണ്ട്. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും സിനിമയിൽ വരിക. അപ്പോൾ എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, ഇതിൻ്റെ ക്യാമറ അഖിലാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും, അസോസിയേറ്റ് ടീം, ഫുൾ ടീം, എല്ലാവരും ഉഗ്രൻ ടീമായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ സിനിമയുടെ ഭാഗമായെന്ന്. അതുപോലെ തന്നെ ഒരു നല്ല പ്രൊഡ്യൂസർ, ഒരു പക്ക പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ അടുത്തുനിന്ന് മനസ്സിലാക്കിയത് ആഷിഖ് ഉസ്മാൻ്റെ കൂടെ ഈ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചതുകൊണ്ട് പറയല്ല, ഇതിനു മുൻപും ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതി, ഒരു സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അത് ഓരോ നിമിഷവും മനസ്സിലാക്കി തന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആഷിഖ്. താങ്ക് യു സോ മച്ച് ആഷിഖ്, ഇതുപോലൊരു സിനിമയിൽ ഭാഗമായതിന്. അപ്പോൾ എന്തായാലും 14-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വരിക. തീർച്ചയായിട്ടും നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ സിനിമ ഗംഭീര സിനിമകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
കൂടുതലും എന്താണ് ത്രില്ലർ മൂഡിലുള്ള സിനിമകളാണ്, ഗംഭീര സിനിമകളാണെങ്കിലും കുറേ നാളായിട്ട് മലയാളികൾ വെയിറ്റ് ചെയ്യുകയാണ് ഫാമിലി ആയിട്ടിരുന്ന് പൊട്ടിച്ചിരിച്ച് അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമയിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട് പതിനാലാം വന്നോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാജു ചേട്ടാ. ചേട്ടാ ഞങ്ങൾ ഈ പോസ്റ്ററൊക്കെ നോക്കുമ്പോൾ എല്ലാ പോസ്റ്ററിലും ഷാജു ചേട്ടന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. കൊടകിലെ പ്രധാന ഗുണ്ടയാണോ ഷാജു ചേട്ടന്റെ ക്യാരക്ടർ? എന്തെങ്കിലും clue തരാമോ? വരാൻ കിടക്കുന്നേ ഉള്ളൂ. കണ്ടോണം. കംപ്ലീറ്റ് പരിപാടികൾ ഫുൾ സസ്പെൻസ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. തോക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഫുൾ സസ്പെൻസ്. 14 കാണാം അല്ലേ? അതെ. ഓൾ റൈറ്റ്.